ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മാർക്ക് ക്വിസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് കാണുന്നത്. സൊല്യൂഷൻ ബൈ ഫാക്ടറൈസേഷൻ. ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറയാം, എക്സ്പ്ലെയിൻ ചെയ്യാൻ ടോപ്പിക്ക്. അപ്പം ഒരു എക്സാമ്പിൾ ഞാൻ എടുത്തേക്കുന്നത് എക്സ് സ്ക്വയർ മൈനസ് 3x മൈനസ് 10 ഈക്വൽ ടു 0. ഓക്കെ, ഇനി ഇതിന്റെ സൊല്യൂഷൻ എന്ന് വെച്ചാൽ അതിന്റെ മീനിങ്, ഇതിന്റെ റൈറ്റ് സൈഡ് ഓൾറെഡി 0 ആണ്, റൈറ്റ് ഹാൻഡ് സൈഡ്. LHS നോക്കിക്കേ, LHS ലാണ് ഇക്വേഷൻ ഉള്ളത്. അപ്പൊ ആ എക്സിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണോ ലെഫ്റ്റ് സൈഡ് 0 ആവുന്നത് അതിനെയാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. സൊല്യൂഷൻ വിളിക്കുന്ന വേറെ പേര് റൂട്ട് എന്ന് പറയും, അല്ല 0 എന്ന് പറയും. 0 കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 0 ഓഫ് എ സൊല്യൂഷൻ, അല്ല റൂട്ട് ഓഫ് എ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതിന്റെ എല്ലാ മീനിങ് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് ഓർക്കുന്നു. അപ്പൊ ഇപ്പൊ ഇതിന്റെ സൊല്യൂഷൻ ആയിട്ട് നമുക്കിപ്പോ ഏതെങ്കിലും ഒരു വാല്യൂ കിട്ടിയെന്ന് ഓർത്തോ. ഫോർ എക്സാമ്പിൾ എനിക്ക് 5 കിട്ടി ഒരു സൊല്യൂഷൻ ആയിട്ട്. അപ്പം നമ്മൾ 5, ഈ എക്സിന് ഞാൻ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ എനിക്ക് ഈക്വൽ ടു 0 എന്നേ കിട്ടുള്ളൂ. 5 സ്ക്വയർ മൈനസ് 3 ഇൻറ്റു 5 മൈനസ് 10 ചെയ്യുമ്പോൾ എനിക്ക് ഈക്വൽ ടു 0 കിട്ടുവാണെങ്കിൽ ദാറ്റ് മീൻസ് 5 ഈസ് എ സൊല്യൂഷൻ ഓഫ് ദ ഗിവൺ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഇത് 5 സൊല്യൂഷൻ തന്നെയാണ്. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. 5 സ്ക്വയർ 25 വരും, മൈനസ് 15 മൈനസ് 10, മൈനസ് 15 മൈനസ് 10 മൈനസ് 25 അല്ലേ. അപ്പൊ 25 മൈനസ് 25 അത് ഈക്വൽ ടു 0 അല്ലേ. അപ്പൊ അത് 0 ആയി. അപ്പൊ 5 ഈ ഗിവൺ ഇക്വേഷന്റെ റൂട്ട് ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് ഓർക്കുന്നു. അതാണ് ഇവിടെ ഫസ്റ്റ് സെന്റൻസിൽ പറഞ്ഞേക്കുന്നത്. A real number alpha is said to be a root of the quadratic equation ax square plus bx plus c equal to 0 if a alpha square plus b alpha plus c equal to 0. അതായത് എക്സിന് പകരം ഞാൻ ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എനിക്ക് ഈക്വൽ ടു 0 എന്ന് കിട്ടുവാണെങ്കിൽ ആൽഫ ആ ഗീവൺ ഇക്വേഷന്റെ റൂട്ടാണ്. The zeros of the quadratic polynomial ax square plus bx plus c and the roots of the quadratic polynomial ax square plus bx plus c equal to 0 are the same. 0 എന്ന് പറഞ്ഞാലും റൂട്ട് എന്ന് പറഞ്ഞാലും രണ്ടും സെയിം ആണ്. അടുത്ത സെന്റൻസ്, അത് ഫാക്ടറൈസേഷൻ വഴി എങ്ങനെ റൂട്ട് കണ്ടുപിടിക്കുന്നു എന്ന്. ഇഫ് വി ക്യാൻ, എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നല്ല, ഫാക്ടറൈസേഷൻ എന്താണ്. ഇഫ് വി ക്യാൻ ഫാക്ടറൈസ് ax square plus bx plus c a not equal to 0 into a product of two linear factors, then the roots of the quadratic equation ax square plus bx plus c equal to 0 can be found by equating each factor to 0. അപ്പൊ ഈ ഇവിടെ എക്സാമ്പിൾ തന്നേക്കുന്നത് എക്സ് സ്ക്വയർ മൈനസ് 3x മൈനസ് 10 അല്ലേ. ഇതിലെ രണ്ട് ഫാക്ടർ ആയിട്ട്, രണ്ട് ലീനിയർ ഫാക്ടർ ആയിട്ട് എനിക്ക് കൺവേർട്ട് ചെയ്യാമെങ്കിൽ പ്രൊഡക്റ്റ്, അതായത് ഇതിനെ വേണം എനിക്ക് അതെങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇതിനെ എനിക്ക് ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. എക്സ് മൈനസ് 5 ഇൻറ്റു എക്സ് മൈനസ് 2 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് എനിക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ രണ്ടെണ്ണമായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ നമുക്ക് ഈ റൂട്ട് കണ്ടുപിടിക്കാൻ, അല്ല 0 കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഓരോന്നും ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്താൽ മതി. ഇവിടെ എക്സ് മൈനസ് 5 ഈക്വൽ ടു 0 എന്ന് കൊടുക്കുമ്പോൾ എക്സ് 5 എന്ന് കിട്ടും അല്ലേ. അതുപോലെ എക്സ് മൈനസ് 2 ഈക്വൽ ടു 0 എന്ന് കൊടുക്കുമ്പോൾ എക്സ് 2 എന്നും കിട്ടും. ഓക്കെ, ക്ലിയർ ആണെന്ന് ഓർക്കുന്നു. അതെങ്ങനെയാണ് ഈ എക്സ് മൈനസ് 5 എക്സ് മൈനസ് 2 ആയിട്ട് കിട്ടുന്നത് എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. നമ്മൾ എക്സസൈസ് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിൽ ഓരോ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അത് നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സസൈസ് നോക്കാം. എക്സസൈസ് 4.2 ആണ്. അല്ലെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ റൂട്ട്സ് ഓഫ് ദ ഫോളോയിങ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ബൈ ഫാക്ടറൈസേഷൻ. ഓക്കെ, ഫാക്ടറൈസേഷൻ വെച്ച് റൂട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ആദ്യമേ ഫാക്ടറൈസ് എങ്ങനെയാണ് ചെയ്യുന്നത്, പിന്നെ അത് വെച്ച് റൂട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, രണ്ടും നോക്കാം. ഇപ്പൊ നമ്മൾ മുമ്പേ എടുത്ത എക്സാമ്പിൾ തന്നെയല്ലേ ആദ്യത്തെ ക്വസ്റ്റ്യൻ. എക്സ് സ്ക്വയർ മൈനസ് 3x മൈനസ് 10 ഈക്വൽ ടു 0 അല്ലേ. ഇനി ഇതിന്റെ ഫാക്ടറൈസ് ചെയ്യാൻ വേണ്ടി ആദ്യമേ ഇവിടെ എ ആയിട്ട് തന്നെ വരുന്നത് a1 b മൈനസ് 3 c മൈനസ് 10. ഇതില് a ഇൻറ്റു സി എന്നാ വരുന്നത് 1 ഇൻറ്റു മൈനസ് 10 എന്ന് കിട്ടി. b മൈനസ് 3, അപ്പം മൈനസ് 10 പ്രൊഡക്റ്റും ആഡ് ചെയ്യുമ്പോൾ മൈനസ് 3യും കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. ആ രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ മൈനസ് 10 ആയിരിക്കണം. അതായത് എ ഇൻറ്റു ഗീവൺ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ എ ഇൻറ്റു സി ഏത് വാല്യൂ ആണോ അതായിരിക്കണം ആ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ്. അതുപോലെ തന്നെ ആ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ മൈനസ് 3യും കിട്ടണം. ബിയുടെ വാല്യൂ ഏതാണോ അതായിരിക്കണം ആ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ കിട്ടണ്ടേ. അപ്പൊ നമുക്ക് നമ്പേഴ്സ് നോക്കാം.
അപ്പം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്നാ 10 കിട്ടുന്നത് നോക്കിക്കേ. 1 × 10 ഉണ്ട്. 1 × 10 പക്ഷെ ആഡ് ചെയ്യുമ്പോൾ അപ്പൊ നോക്കി -3 എന്ന് പറഞ്ഞ് വരണം. -10 ആയിരിക്കണം പ്രൊഡക്റ്റ്. അപ്പൊ -10 പ്രൊഡക്റ്റ് ആണെങ്കിൽ ഈ രണ്ട് നമ്പേഴ്സിൽ ഒരെണ്ണം നെഗറ്റീവ് ആയിരിക്കണം അല്ലേ? അപ്പോൾ ഏതിലും ഒന്ന് നെഗറ്റീവ് കൊടുത്ത -3 കിട്ടുമോ? ഇല്ല. ഇനി 2 × 5 നോക്കാം. 2 × 5 2 × 5 ചെയ്യുമ്പോൾ ഒരു നമ്പർ ഞാൻ മൈനസ് കൊടുത്ത എനിക്ക് -3 കിട്ടുമോ ആഡ് ചെയ്യുമ്പോൾ? 2 × 5 10 കിട്ടും. ഞാനിപ്പോൾ 2 - 5 എടുക്കുക. 2 - 5 2 - 5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -10 ആണ്. 2 - 5 ആഡ് ചെയ്യുമ്പോഴോ -3 കിട്ടും അല്ലേ? അപ്പോൾ വേണ്ട നമ്പേഴ്സ് ഏതൊക്കെയാണ്? റിക്വയർഡ് നമ്പേഴ്സ് എഴുതുന്ന റിക്വയർഡ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2 and -5. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതൊന്നും വേണ്ട, ഇത് റഫ് വർക്ക് ചെയ്താൽ മതി. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഇതാണ്. അപ്പൊ ആദ്യമേ നമ്മൾ x² അതേപോലെ എഴുതി. ഇനി -3ന് പകരം 2 - 5 ആക്കി സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. -3x എന്ന് ഞാൻ എഴുതുന്നതിന് പകരം -2x +2x -5x -10 = 0. ഓക്കെ, x² -3x പകരം 2 - 5 എന്ന് എഴുതി. അപ്പൊ -3 തന്നെയല്ലേ വരുന്നത് 2 - 5 ചെയ്യുമ്പോൾ. 2x - 5x -10 = 0. ഇനി നമ്മൾ ആദ്യത്തെ രണ്ടെണ്ണവും ലാസ്റ്റുള്ള രണ്ടെണ്ണം ഗ്രൂപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ ആദ്യത്തെ രണ്ടെണ്ണത്തിൽ കോമൺ ആയിട്ട് ഉണ്ടാവുള്ളത്, ആദ്യത്തെ രണ്ട് ടേംസിൽ കോമൺ ആയിട്ട് x അല്ല ഉള്ളത്. അപ്പൊ x ഞാൻ ഔട്ട് സൈഡ് എടുത്ത് പിന്നെ ബ്രാക്കറ്റിൽ ഇടുവാണ്. x ഔട്ട് സൈഡ് എടുത്ത് x² പിന്നെ x ഉണ്ട് പ്ലസ് 2x 2 ഉണ്ട് അല്ലേ? ഓക്കെ, അതിട്ടു. അത് ഗ്രൂപ്പ് ചെയ്തു എന്നല്ല, കോമൺ ഔട്ട് സൈഡ് എടുത്തിട്ട് ബാക്കി ബ്രാക്കറ്റിൽ ഇട്ടു. ഓക്കെ, ഇനി -5x -10 എന്താ ഉള്ളത്? കോമൺ -5 ഉണ്ട്. -5x -5 ഔട്ട് സൈഡ് എടുത്ത x വരും. -10 -5 ഔട്ട് സൈഡ് എടുക്കുകയാണെങ്കിൽ +2 അല്ലേ വരുന്നത്? നോക്കി, ഈ -5 × 2 ചെയ്യുമ്പോൾ അല്ലേ -10 വരുന്നത്. അപ്പൊ ബാക്കി +2 ആവുള്ളത് = 0. ഓക്കെ, ഇനി ഇതിലും നോക്കുക. കോമൺ എന്നാ ഉള്ളത്? x + 2 അല്ലേ? അത് ഞാൻ ഔട്ട് സൈഡ് എടുത്തു, x + 2. ബാക്കിയുള്ളത് x - 5 അതെടുത്ത് ബ്രാക്കറ്റിൽ ഇട്ടു =0. ഇങ്ങനെയാണ് എനിക്ക് ഇതിനെ ഫാക്ടേഴ്സിന്റെ പ്രൊഡക്റ്റ് ഓഫ് 2 ലീനിയർ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതുന്നത്. അപ്പൊ x + 2 × x + y = 0. ഇത് ബ്രാക്കറ്റ് ഞാൻ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ എനിക്ക് ഈ ഒറിജിനൽ x² - 3x - 10 എന്നുള്ള ഒറിജിനൽ ഇക്വേഷനിലോട്ട് ഞാൻ പോകും. ഓക്കെ, ഇനി ഇതിൽ ഓരോന്നും ഇത് =0 കൊടുക്കുക, ഇതും =0 കൊടുക്കുക. ആദ്യം x + 2 = 0 കൊടുക്കുക. x = -2 എന്ന് കിട്ടി. ഇനി x - 5 = 0 കൊടുക്കുക. x = 5 എന്ന് കിട്ടി. ഓക്കെ, അപ്പം എക്സിന്റെ രണ്ട് സൊല്യൂഷൻസ് കിട്ടി. x എന്തൊക്കെയാ വരുന്നത്? x = 5, -2. ഇതാണ് എൻ്റെ സൊല്യൂഷൻസ്. ഓക്കെ, ക്ലിയർ ആണെന്ന് ഓർക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെക്കൻഡ് സബ് പാർട്ട് ആണ്. 2x² + x - 6 = 0. അത് ചെയ്യാം. അപ്പം അതിന് ഞാൻ ഒന്നുകൂടെ എഴുതുവാണ്. 2x² + x - 6 = 0. ഇവിടെ എന്താ വേണ്ടേ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് വേണ്ട നമ്പർ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ 2 നമ്മൾ രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിക്കണം. അതിന്റെ പ്രോഡക്റ്റ് എന്തായിരിക്കണം? 2 × -6 -12 ആയിരിക്കണം. ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ബിയുടെ വാല്യൂ വരുന്ന 1 അല്ലേ? ആഡ് ചെയ്യുമ്പോൾ 1. അപ്പം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -12ഉം ആഡ് ചെയ്യുമ്പോൾ 1ഉം കിട്ടുന്ന 2 വാല്യൂസ് കണ്ടുപിടിക്കണം. 12ന്റെ ഫാക്ടേഴ്സ് നോക്കുക. 1 × 12, പക്ഷെ ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടത്തില്ല. പിന്നെ 2 × 6. ഒരു നമ്പർ നെഗറ്റീവ് ആയിരിക്കണമല്ലോ. പ്രൊഡക്റ്റ് നെഗറ്റീവ് വരണമെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പർ നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ 2 × 6 × 2 നോക്കി. 6 × 2 ആണെങ്കിൽ ഏത് ഒരെണ്ണം ആഡ് ചെയ്യുമ്പോൾ കിട്ടത്തില്ല നമുക്ക്. പിന്നെ ഉള്ളത് ഏതാ? 3 × 4 ഉണ്ട്. 3 × 4 ഒരു നമ്പർ നെഗറ്റീവ് കൊടുത്താൽ -3ഉം 4 ഞാൻ കൊടുത്തു. അപ്പൊ നോക്കിയാൽ -3 + 4 അല്ലെ? 4 + -3 1 കിട്ടും അല്ലെ? ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -12ഉം കിട്ടും. അപ്പൊ നമുക്ക് വേണ്ട നമ്പേഴ്സ് -3ഉം 4ഉം ആണ്. ഇനി അത് വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യാം മിഡിൽ ടേമിനെ. 2x² + 4x - 3x - 6 = 0. ഇനി ഈ രണ്ട് ടേംസ് വെച്ചിട്ട്
2x സ്ക്വയർ പ്ലസ് 4x കോമൺ 2x, അത് ഔട്ട് സൈഡ് എടുത്തു. അപ്പം ഇൻസൈഡ് എക്സും വരും 2 വരും അല്ലേ. -3x -6 എന്താ കോമൺ? -3, അത് ഔട്ട് സൈഡ് എടുത്തു. പിന്നെ ഇവിടെ എക്സ് വരും, -3 പോയാൽ പിന്നെ എക്സ് ഉണ്ട്, പിന്നെ വരുന്ന +2 അല്ലേ. +2 × -3 ചെയ്യുമ്പോഴല്ല -6 കിട്ടുന്നത്, =0. ഇനി ഇതിലും x+2 കോമൺ ഉണ്ട്, അത് ഔട്ട് സൈഡ് എടുത്തു. 2x - 3 വേറെ ബ്രാക്കറ്റിൽ എഴുതി =0. ഈ രണ്ടും =0 കൊടുക്കുക. x+2 =0, x =-2 എന്ന് കിട്ടും. 2x - 3 =0, 2x = 3, x =3/2 എന്ന് കിട്ടി. അപ്പൊ സൊല്യൂഷൻസ് എന്തൊക്കെയാണ് ഇക്വേഷന്റെ? -2 ആൻഡ് 3/2. ഓക്കെ, അപ്പൊ x = 2 and x = -2 and x = 3/2 are the solutions of the given equation. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു സെക്കൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ 1ന്റെ തേർഡ് സബ് പാർട്ട്. √2x² + 7x + 5√2 = 0. ഇവിടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പം √2 × 5√2, √2 × 5√2 എത്രയാ? √2 × √2 വരും അല്ലേ. 5 × 2 10. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 കിട്ടണം, ആഡ് ചെയ്യുമ്പോൾ 7 കിട്ടണം. അങ്ങനത്തെ രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിക്കണം. ഓക്കെ, അത് പെട്ടെന്ന് കിട്ടണം എന്ന് പറഞ്ഞാൽ 5 × 2 അല്ലേ. 5ഉം 2 എടുത്താൽ പോരെ, 5 + 2 10, 7ഉം കിട്ടും. അപ്പം നമ്പേഴ്സ് കിട്ടി 5ഉം 2. ഇനി സ്പ്ലിറ്റ് ചെയ്യാം. √2x² + 5x + 2x + 5√2 = 0. ഈ √2x² 5x എന്നാ കോമൺ? x അല്ലേ ഉള്ളൂ. അപ്പൊ x ഞാൻ ഔട്ട് സൈഡ് എടുത്തു. ഇൻസൈഡ് √2x എന്ന് വരും +5. ഓക്കെ, ഇനി ഇത് ആദ്യത്തെ രണ്ടാമത്. ഇനി രണ്ടാമത്തെ 2x +5√2 കോമൺ എന്നാ ഉണ്ട് നോക്കിക്കേ. ഇപ്പൊ ഈ 2നെ വേണേൽ എനിക്ക് √2 × √2 എന്ന് എഴുതത്തില്ലേ? 2ന് പകരം √2 × √2x എന്ന് എഴുതത്തില്ലേ? അപ്പം 5√2 ഒരു √2 ഉണ്ട്, ഇവിടെ നിന്ന് ഒരു √2 ഞാൻ കോമൺ എടുക്കുക. +√2 ഞാൻ കോമൺ എടുത്തു. +√2 കോമൺ എടുക്കുമ്പോൾ പിന്നെ എന്നാ വരും? √2x എന്ന് വരും അകത്തല്ലേ. കാരണം ഈ √2 × √2 ചെയ്യുമ്പോൾ 2 വരും, 2x എന്ന് ആയിക്കോളും. +5 എന്ന് വന്നു. ഇവിടെ ബ്രാക്കറ്റിലുള്ള കാര്യം നമ്മൾ എങ്ങനെയാലും സെയിം ആക്കണം. അതിന് എന്താണോ വേണ്ടത് അതാണ് നമ്മൾ ഔട്ട് സൈഡ് എടുക്കുന്നത്. ഓക്കെ, കാരണം പിന്നെ അടുത്ത സ്റ്റെപ്പിൽ അതാണ് ആ കോമൺ ആയിട്ട് വരുന്ന, ഇതാണ് നമ്മൾ ഈ രണ്ട് ബ്രാക്കറ്റിലുള്ള സാധനം നമ്മൾ എങ്ങനെയും ഒരേപോലെ ആക്കണം. കാരണം അതാണ് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ കോമൺ ആയിട്ട് പുറത്തോട്ട് എടുക്കുന്നത്. അപ്പൊ അതിന് എന്താണോ വേണ്ടത് ആ റിക്വയർഡ് സ്റ്റെപ്പ്, അതിന് വേണ്ടിയാണ് ഞാൻ √2 × √2 എന്നൊക്കെ സ്പ്ലിറ്റ് ചെയ്ത്. അങ്ങനെയാണല്ലേ ഇവിടെ √2x + 5 എന്ന് കിട്ടുള്ളൂ. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ √2x + 5 ഞാൻ കോമൺ എടുത്തു രണ്ടിടത്തുനിന്നും. പിന്നെ വരുന്നത് x + √2 = 0. ഇനി ഓരോന്നും =0 കൊടുക്കുക. √2x + 5 = 0 വരുമ്പോൾ √2x = -5, x = -5/√2. പിന്നെ x + √2 = 0 കൊടുക്കുമ്പോൾ x = -√2. അപ്പൊ സൊല്യൂഷൻസ് എന്തൊക്കെയാണ്? -5/√2 ആൻഡ് -√2. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 2x² - x + 1/8 = 0. അപ്പൊ ഞാൻ ഒന്നുകൂടെ എഴുതാത്. 2x² - x + 1/8 = 0. ഓക്കെ, അപ്പം ഇവിടെ നോക്കി, ഇവിടെ ഒരു ഫ്രാക്ഷൻ ഉണ്ട്. അപ്പം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് 2 × 1/8, അപ്പം 1/4 കിട്ടണം. ആഡ് ചെയ്യുമ്പോൾ എനിക്ക് -1 കിട്ടണം. അപ്പൊ അത് കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടാ അല്ലേ. അപ്പൊ ഇതിനൊരു ഈസി മെത്തേഡ് ഉണ്ട്. ഈ ഫ്രാക്ഷൻ നമുക്ക് കളയാം. ഫ്രാക്ഷൻ കളയാൻ വേണ്ടി ചെയ്യേണ്ടത്, ഈ /8 അല്ലേ ഇവിടെ ഉള്ളത്. അപ്പൊ ഈ 8 പോയാൽ ഫ്രാക്ഷൻ പോകുമല്ലോ. അപ്പൊ അതിനുവേണ്ടി ഞാൻ എല്ലാ ടേമും 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകും. അപ്പൊ ഇവിടെ 1/8 × 8 വരുമ്പോൾ 8 ഉം 8ഉം കട്ട് ചെയ്തോടെ +1 എന്ന് വന്നോളൂ അല്ലേ ഓട്ടോമാറ്റിക്കലി.
അതിന് വേണ്ടി എല്ലാ ടേംസും ഇൻറ്റു 8 ചെയ്യുവാണ്. 2x square into 8 minus x into 8 plus 1/8 into 8 equal to 0 into 8. എല്ലാം 8 ചെയ്യും. 2x square into 8 ചെയ്യുമ്പോൾ 16x square കിട്ടും അല്ലേ? പിന്നെ മൈനസ് 8x, ഇവിടെ എക്സ് 8 8ഉം കട്ടായി പോയി, പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇപ്പൊ നമുക്ക് വേണ്ട a² പ്ലസ് bx പ്ലസ് ഈ ഫോമിൽ കിട്ടി. ഇനി നമ്മൾ യൂഷ്വലി ഫാക്ടറൈസ് ചെയ്യുന്ന പോലെ ചെയ്യുക. പ്രൊഡക്റ്റ് 16 വേണം, ആഡ് ചെയ്യുമ്പോൾ -8 വേണം. അതായത് 16 4 into 4 എന്ന് പറയാം 16. അപ്പം -4 എടുത്താൽ പോരെ. അപ്പം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള നമ്പർ 16, അത് പോസിറ്റീവ് ആണ്. അപ്പം 2 നെഗറ്റീവ് കൊടുക്കണം അല്ല കിട്ടുന്ന നമ്പേഴ്സ്. അപ്പം -4 എടുത്താൽ ആഡ് ചെയ്യുമ്പോൾ പ്ലസ് -8ഉം കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ നമ്പേഴ്സ് വേണ്ട -4 -4. 16x square minus 4x minus 4x plus 1 equal to 0. നമുക്ക് കോമൺ ഉള്ളത് പുറത്തെടുക്കാം. 16x square minus 4x തന്നെ കോമൺ എടുക്കുന്ന 4x കോമൺ ആണല്ലേ? 4x ഞാൻ ഔട്ട്സൈഡ് എടുത്തു, പിന്നെ 4x വരും ഇൻസൈഡ് -1 അല്ലേ? 4x -1 വന്നു ഇവിടെ. ഈ -4x പ്ലസ് 1 ഇവിടെ എനിക്ക് 4x -1 തന്നെ കിട്ടണം ബ്രാക്കറ്റിൻ്റെ അകത്ത്. അപ്പം -1 ഞാൻ ഔട്ട്സൈഡ് എടുക്കുക. അപ്പം നോക്കിക്കുക, -1 into 4x -4 എന്ന് കിട്ടും, -1 into -1 പ്ലസ് 1 എന്ന് കിട്ടും. അപ്പം കറക്റ്റായി ഈക്വൽ ടു 0. ഇനി 4x -1 കോമൺ എടുത്താൽ പിന്നെ ഉള്ളത് 4x -1 തന്നെ വരും, ഈക്വൽ ടു 0 അല്ലേ? ഇനി ഓരോന്ന് ഇക്വേറ്റ് ചെയ്യുക. 4x -1 ഈക്വൽ ടു 0. അപ്പോൾ 4x ഈക്വൽ ടു 1 എന്ന് വന്നു, x ഈക്വൽ ടു 1/4. അപ്പൊ ഇതും മറ്റേത് തന്നെ 4x -1 തന്നെ അല്ലേ? അപ്പൊ അത് ഇക്വേറ്റ് ചെയ്താലും എനിക്ക് എന്നാ കിട്ടുന്നത്? x ഈക്വൽ ടു 1/4. അപ്പൊ രണ്ട് സൊല്യൂഷനും ഈക്വൽ ആണ്, 1/4 ആൻഡ് 1/4. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. ഇത് ക്വസ്റ്റ്യൻ നമ്പർ 1ന്റെ ലാസ്റ്റ് വൺ ആണ്, ലാസ്റ്റ് സബ് പാർട്ട് ആണ്. അപ്പൊ അത് നോക്കാം. 100x square minus 20x plus 1 equal to 0. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 100 കിട്ടണം, ആഡ് ചെയ്യുമ്പോൾ -20 കിട്ടണം. അങ്ങനത്തെ നമ്പേഴ്സ് ഏതാന്ന് കണ്ടുപിടിക്കണം അല്ലേ? ഇപ്പൊ 100 പെട്ടെന്ന് വരുന്ന ഏതാ? 50 into 2. പക്ഷെ 50 into 2, പക്ഷെ അത് ആഡ് ചെയ്യുമ്പോൾ കിട്ടുക -20. രണ്ട് നെഗറ്റീവ് ആയിരിക്കണം അല്ലേ? നല്ല പ്രോഡക്റ്റ് ഓരോന്ന് ആഡ് ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവ് വേണമെങ്കിൽ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ രണ്ട് നെഗറ്റീവ് ആവണ്ടേ? രണ്ട് നെഗറ്റീവ് ആകുമ്പോൾ ആണെങ്കിലല്ലേ ആഡ് ചെയ്യുമ്പം നെഗറ്റീവ് സൈൻ പോയിട്ട് പോസിറ്റീവ് ആവുള്ളൂ പ്രോഡക്റ്റ്. അല്ലെങ്കിൽ രണ്ടും പോസിറ്റീവ് ആണെങ്കിലും ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവ് കിട്ടും, പക്ഷെ അപ്പോൾ ഒരിക്കലും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് നമ്പർ കിട്ടത്തില്ല. അതുകൊണ്ട് രണ്ടും നെഗറ്റീവ് ആയിരിക്കണം. അപ്പൊ 52 പറ്റത്തില്ല. പിന്നെ 10 നോക്കിക്കേ, 10 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 100 കിട്ടും, ആഡ് ചെയ്യുമ്പോൾ 20 കിട്ടും. അപ്പം -20 കിട്ടാൻ വേണ്ടി -10ഉം -10ഉം എടുത്താൽ പോരെ. -10 കിട്ടും. ഓക്കെ, ഇനി ബിഗ് നമ്പേഴ്സ് വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതൊക്കെ ഈസി ആയിട്ട് കിട്ടുന്നതുകൊണ്ടാണ് ഡയറക്റ്റ് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ സ്പ്ലിറ്റ് ചെയ്യാം. 100x square minus 10x plus 1 equal to 0. 100x square minus 10x 10x കോമൺ എടുക്കാം. അപ്പൊ 10x തന്നെ വരും, -1. ഇവിടെ -1 കോമൺ എടുത്തു, അപ്പോൾ 10x -1 എന്ന് വന്നു, ഈക്വൽ ടു 0. അപ്പോൾ 10x -1 ഔട്ട്സൈഡ് എടുത്ത പിന്നെ വരുന്നത് 10x -1 തന്നെ, ഈക്വൽ ടു 0. അപ്പോൾ 10x -1 ഈക്വൽ ടു 0, 10x ഈക്വൽ ടു 1, x ഈക്വൽ ടു 1/10. അപ്പൊ മറ്റേതും അത് തന്നെ ആയതുകൊണ്ട് x ഈക്വൽ ടു 1/10 എന്ന് തന്നെ കിട്ടും. അപ്പൊ രണ്ട് സൊല്യൂഷൻസ് ഏതൊക്കെയാണ്? 1/10 ആൻഡ് 1/10. ഓക്കെ, ക്ലിയർ ആണ് നോക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കിക്കേ. സോൾവ് ദ പ്രോബ്ലംസ് ഗിവൺ ഇൻ എക്സാമ്പിൾ 1. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ 1 തന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, അല്ല രണ്ടെണ്ണം ഉണ്ട്, അല്ല ഫസ്റ്റ് വൺ ആണ്. John and Jivanti together have 45 marbles. Both of them lost 5 marbles each, and the product of the number of marbles they have now is 124. We would like to find out how many marbles they had to start with. നോക്കാം നമുക്ക്. ഓക്കെ,
അപ്പം ലെറ്റ് ജോണിന് ഇപ്പൊ 2 പേർക്ക് കൂടെ അല്ല 45. അപ്പൊ ഒരാളുടെ എക്സ് ആയിട്ട് എടുക്കുവാണെങ്കിൽ മറ്റേ ആള് 45 മൈനസ് എക്സ്. അപ്പൊ ലെറ്റ് ദ നമ്പർ ഓഫ് മാർബിൾസ് ജോൺ ഹാസ് ഈക്വൽ ടു എക്സ്. ജോണിന് എക്സ് ആണെങ്കിൽ ജിവന്തിക്ക് എത്രയായിരിക്കും? ജിവന്തിക്ക് 45 മൈനസ് എക്സ് അല്ല. ഇനി എന്നാ പറഞ്ഞേക്കുന്നേ? ബോത്ത് ഓഫ് ദം ലോസ് 5 മാർബിൾസ്. അപ്പൊ 5 മാർബിൾസ് ഇപ്പൊ ജോണിന് 5 പോയാൽ എത്രയോ? എക്സ് ആണ് ഇപ്പോൾ ഉള്ളത്. 5 പോയാൽ എന്ത് വരും? എക്സ് മൈനസ് 5 അല്ലേ? നമുക്കത് എഴുതാം. ആഫ്റ്റർ ലൂസിങ് 5 മാർബിൾസ് ജോണിന് എക്സ് മൈനസ് 5 മാർബിൾസ് ആണ് ഉള്ളത്. ജിവന്തിക്ക് 45 മൈനസ് എക്സ് ആയിരുന്നു, അതിൽ നിന്ന് -5 ചെയ്യണം. അപ്പൊ 45 മൈനസ് 5 40 വരും. 40 മൈനസ് എക്സ് മാർബിൾസ് ആണ് ജിവന്തിയുടെ കയ്യിലുള്ളത്. പിന്നെ പറഞ്ഞേക്കുന്ന പ്രൊഡക്റ്റ് ആഫ്റ്റർ ലൂസിങ് 5 മാർബിൾസ്, അവരുടെ മാർബിൾസിന്റെ നമ്പർ ഓഫ് മാർബിൾസിന്റെ പ്രൊഡക്റ്റ് 125 ആണ്. അപ്പൊ എക്സ് മൈനസ് 5 ഇൻറ്റു 40 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 124 അല്ലേ? ഇനി ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യുക, സോൾവ് ചെയ്യാം. അപ്പൊ സിംപ്ലിഫൈ ചെയ്യാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. നമുക്ക് 40x മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 200 അല്ലേ? 40 × 5 200 കിട്ടും. മൈനസ് 200 പ്ലസ് 5x ഈക്വൽ ടു 124. അപ്പം മൈനസ് എക്സ് സ്ക്വയർ ആദ്യം എഴുതാം. മൈനസ് എക്സ് സ്ക്വയർ 40x ഉണ്ട് 5x ഉണ്ട്, രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 45x. പിന്നെ മൈനസ് 200, ഈ മൈനസ് 124 ലെഫ്റ്റിലോട്ട് കൊണ്ടുവരുമ്പോൾ പ്ലസ് 124 ലെഫ്റ്റിൽ കൊണ്ടുവരുമ്പോൾ മൈനസ് 124 ആവും, ഈക്വൽ ടു 0. അപ്പൊ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 45x മൈനസ് 200 മൈനസ് 124 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് 324 എന്ന് കിട്ടും അല്ലേ? ഈക്വൽ ടു 0. ഇനി എല്ലാത്തിന്റെ സൈൻ ഒന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് 45x പ്ലസ് 324 ഈക്വൽ ടു 0 എന്ന് കിട്ടി. സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് 2 നമ്പേഴ്സ് കണ്ടുപിടിക്കണം. അതിന്റെ പ്രോഡക്റ്റ് 324 ആയിരിക്കണം. ആൻഡ് ആഡ് ചെയ്യുമ്പോൾ മൈനസ് 45 കിട്ടണം അല്ലെ? അങ്ങനത്തെ 2 നമ്പേഴ്സ് കിട്ടാൻ ഇപ്പൊ ഇത് പെട്ടെന്ന് നോക്കിയാൽ ഇപ്പൊ ഇൻറ്റു ചെയ്യുമ്പോൾ 324, ആഡ് ചെയ്യുമ്പോൾ മൈനസ് 45 അത്ര ഈസി അല്ല. അപ്പൊ അത് നമ്മൾ ചെയ്യേണ്ടത് ഈ 324ന്റെ ഫാക്ടേഴ്സ് നോക്കുക. 1 × 324 324 ആണ്. പക്ഷെ അതൊരിക്കലും ഇപ്പം ആഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് സൈനും വേണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആവണം. ദാറ്റ് മീൻസ് 2 നമ്പേഴ്സ് നെഗറ്റീവ് ആവണ്ടേ? 2 നമ്പേഴ്സ് നെഗറ്റീവ് ആണെങ്കിലല്ലേ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് ആവുള്ളൂ, ആഡ് ചെയ്യുമ്പോൾ നെഗറ്റീവും വരുള്ളൂ. അപ്പൊ 2 നെഗറ്റീവ് ഇട്ട് നോക്കുക. ഒരിക്കലും അത് ആഡ് ചെയ്യുമ്പോൾ 45 കിട്ടുകയല്ല. അപ്പൊ അടുത്തത് നോക്കുക. അടുത്ത ഫാക്ടർ 2 ഇൻറ്റു വെച്ച് നോക്കുമ്പോൾ 2 × 162 324 ആണ്. പക്ഷെ 2 162 പറ്റത്തില്ല, 164 ആണ് കിട്ടുന്നത്. അവിടെയും കറക്റ്റ് അല്ല. പിന്നെ 3 നോക്കാം. 3 × 108 ആണ്, അത് പറ്റത്തില്ല. 4 എടുക്കുമ്പോൾ 4 × 81. അപ്പൊ 4 × ഏത് നമ്പർ? ഇപ്പൊ ഓരോന്നും 1ഉം 2ഉം 3 × ഏത് നമ്പർ ആണ് എങ്ങനെ നമുക്ക് മനസ്സിലാവുന്നു? ഇപ്പൊ 2 × ഏത് നമ്പർ ആണ് 324 എന്ന് അറിയാൻ വേണ്ടി 324 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. ഇപ്പൊ 162 കിട്ടും. അതുപോലെ 3 × ഏത് നമ്പർ ആണ് 324 എന്ന് അറിയാൻ വേണ്ടി 324 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ മതി, 108 കിട്ടും. അങ്ങനെ 4 × 81 എന്ന് കിട്ടി. പിന്നെ ഉള്ള 5 പറ്റത്തില്ല, 6 പറ്റും അല്ലേ? 6 × എത്രയാ? 54. അതൊന്ന് ഇട്ട് നോക്കാം. 6ഉം 2 മൈനസ് ആക്കി. ഓക്കെ, കിട്ടത്തില്ല. പിന്നെ 9 × 36 36 324 ആണ്. അപ്പൊ -9 -36 എടുക്കുവാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 324 കിട്ടും, ആഡ് ചെയ്യുമ്പോൾ -45 കിട്ടും. അപ്പൊ നമുക്ക് വേണ്ട നമ്പേഴ്സ് -9ഉം -36. ഓക്കെ, ഇത് ക്ലിയർ അല്ല നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. ഇനി ഏത് ടോപ്പിക്ക്, ഏതെങ്കിലും സ്പെഷ്യൽ ടോപ്പിക്, ഏതെങ്കിലും ടോപ്പിക്ക് കൂടുതൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യണമെങ്കിൽ അതൊക്കെ കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. എക്സ് സ്ക്വയർ മൈനസ് എന്നാ കൊടുക്കണം? 36x
മൈനസ് 9x പ്ലസ് 324 ഈക്വൽ ടു 0 എന്ന് വന്നു. ഓക്കെ, അപ്പൊ എക്സ് കോമൺ എടുത്തു. എക്സ് മൈനസ് 36, ഇനി മറ്റോടത്തുനിന്ന് മൈനസ് 9x-ഉം 324 മൈനസ് 9 എടുത്തു കോമൺ. അപ്പൊ എക്സ് 324/9 ചെയ്യുമ്പോൾ 36 തന്നെ കിട്ടും. മൈനസ് 36 ഈക്വൽ ടു 0. എക്സ് മൈനസ് 36 കോമൺ ആയിട്ട് എടുത്തു. പിന്നെ ബാക്കി എക്സ് മൈനസ് 9 ഈക്വൽ ടു 0. അപ്പോൾ എക്സ് ഈക്വൽ ടു 36 എന്നും കിട്ടും. എക്സ് മൈനസ് 36 ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽ ടു 36, അതുപോലെ തന്നെ എക്സ് ഈക്വൽ ടു 9 എന്നും കിട്ടും. അപ്പോൾ 36 9. അപ്പം നമ്മൾ എന്താ എടുത്തേക്കുന്നത്? എക്സ് എന്തായിട്ടാണ് എടുത്തേക്കുന്നത്? ജോണിനുള്ള മാർബിൾസ് ആണ് എക്സ് എന്ന് പറഞ്ഞ് എടുത്തേക്കുന്നത്. അപ്പൊ നമ്പർ ഓഫ് മാർബിൾസ് ജോൺ ഹാസ് ഈക്വൽ ടു marbles John has equal to x. So marbles Jivanti has 45 minus x ആയിരുന്നു അല്ലേ? 45 minus x. അപ്പൊ ജോണിന് എക്സ് ആണേല് ഏത് വേണം? രണ്ട് വാല്യൂസ് ഇല്ലേ? അപ്പൊ ജോണിന് ഞാനിപ്പോ 36 എന്ന് എടുത്തു. അപ്പൊ ജിവന്തിക്ക് എന്നാ വരും? 45 മൈനസ് 36, അത് എത്രയാ? 9 എന്ന് വന്നു. ഇപ്പൊ ജോണിന് ഞാന് 9 എടുത്തു. അപ്പൊ ജിവന്തിക്ക് എന്നാ വരും? 45 മൈനസ് 9, 36. ആ രണ്ട് 9ഉം 36 തന്നെയല്ലേ വരുന്നത്. ഒരാൾക്ക് 9 ആയിരിക്കും, മറ്റേയാൾക്ക് 36 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ 2ന്റെ ഫസ്റ്റ് പാർട്ട്. ഇനി എന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ട്. എന്താണ്? A cottage industry produces a certain number of toys in a day. The cost of production of each toy in rupees was found to be 55 minus the number of toys produced in a day. On a particular day, the total cost of production was rupees 750. We would like to find out the number of toys produced on that day. Okay, ഒരു cottage industry certain number of toys ഒരു day produce ചെയ്യും. അപ്പൊ നമുക്കത് എക്സ് ആയിട്ട് എടുക്കാം. Number of toys produced. Number of toys produced equal to x. X എന്ന് പറഞ്ഞ് എടുത്തു. ഓക്കെ, ഇനി എന്നാ പറഞ്ഞേക്കുന്നത്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഈച്ച് ടോയ് വാസ് ഫൗണ്ട് ടു ബി 55 മൈനസ് ദ നമ്പർ ഓഫ് ടോയ്സ് അല്ലേ? അപ്പൊ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ of each toy 55 minus x. Okay. On a particular day, the total cost എന്ന് പറഞ്ഞാൽ number of toys into cost of production അല്ലേ, of each toy അല്ലേ? ഇപ്പൊ 5 toys ആണ്, 5 toys into 10 rupees ആണ്. ടോട്ടൽ കോസ്റ്റ് 5 into 10 അല്ലേ വരുന്നത്? അതുപോലെ ഇവിടെ ടോട്ടൽ കോസ്റ്റ് തന്നിട്ടുണ്ട് 750 എന്ന്. അപ്പം x into 55 മൈനസ് എക്സ് അല്ലേ 750 എന്ന് പറയുന്നത്? ഇനി ഇത് സിംപ്ലിഫൈ ചെയ്ത് സോൾവ് ചെയ്യുക. 55x മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 750. മൈനസ് എക്സ് സ്ക്വയർ ആദ്യം ചെയ്താ പ്ലസ് 55x മൈനസ് 750 ഈക്വൽ ടു 0. സൈൻ മാറ്റാം, ഫുൾ എല്ലാത്തിന്റെ സൈൻ ഉണ്ട്. കാരണം എക്സ് സ്ക്വയർ പോസിറ്റീവ് ആയിട്ട് ഇടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. എക്സ് സ്ക്വയർ മൈനസ് 55x പ്ലസ് 750 ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി ഇത് സോൾവ് ചെയ്യണം. ഇത് സോൾവ് ചെയ്യണമെങ്കിൽ ഓക്കെ, പ്രൊഡക്റ്റ് 750 ആവണം. ആഡ് ചെയ്യുമ്പോൾ മൈനസ് 55 വരണം. അപ്പൊ ഇതും ഇച്ചിരി ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ നമുക്ക് 750യുടെ ഫാക്ടേഴ്സ് എടുത്ത് നോക്കാം. 1 into 750 ഉണ്ട്. അപ്പൊ രണ്ടും മൈനസ് ഇട്ട് നോക്കണം. പ്രൊഡക്റ്റ് പോസിറ്റീവ് ആണ്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ, മുമ്പത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ. അപ്പൊ രണ്ട് നമ്പേഴ്സ് നെഗറ്റീവ് ആഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ രണ്ട് നമ്പേഴ്സ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, 2 3 4 ഒന്നും പറ്റത്തില്ല. ഇനി 5 ഇട്ട് നോക്കാം. 5 into 150 ഉണ്ട്. ഓക്കെ, അത് ആഡ് ചെയ്യുമ്പോൾ 55 കിട്ടത്തില്ല. പിന്നെ 10 ഇട്ട് നോക്കാം നമുക്ക്. 10 into എത്ര വരും? 75. ഇത് ആഡ് ചെയ്യുമ്പോൾ ഇല്ല, കിട്ടുമല്ലോ 55. 15 നോക്കാം. 15 into 50 ഇത് ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 65 അല്ലേ? അതും പറ്റത്തില്ല. പിന്നെ 25 നോക്കാം.
25 into 30. 20 പറ്റത്തില്ല, ഡിവൈഡ് ചെയ്യാൻ. 25 into 30 750 ആണ്. അപ്പൊ 25 plus 30 എത്രയാ? 55 ആണ് അല്ലെ? അപ്പൊ -25 -30 എടുത്താ പോരെ? -25 -30 ആഡ് ചെയ്യുമ്പോൾ -55 കിട്ടും, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 750 കിട്ടും. നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. x² -25x -30x plus 750 equal to 0. x കോമൺ ആണ്, അപ്പൊ x -25 എന്ന് വരും. പിന്നെ ഇവിടെ രണ്ടിടത്തുനിന്നും ഇവിടെ x -25 എന്ന് തന്നെ വരണം അല്ലെ? അപ്പൊ എന്തായിരിക്കും എടുക്കേണ്ടത്? -30 ഔട്ട് സൈഡ് എടുക്കേണ്ടത്. നോക്കുക, 750/30 25 തന്നെ ആണല്ലോ. ഓക്കെ, ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. അപ്പം x -25 into x -30 equal to 0. Therefore, x equal to 25 or x equal to 30. x 25 ആവാം, 30 ആവാം. അപ്പൊ number of toys produced is either 25 or 30. ഏതും ആവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Find two numbers whose sum is 27 and product is 182. So first number x ആയിട്ട് ഞാൻ എടുത്തു. സെക്കൻഡ് നമ്പർ എത്ര വരും? അവരുടെ സം 27 ആണ് അല്ലെ? അപ്പൊ 27 - x. പിന്നെ എന്നാ പറഞ്ഞേക്കുന്നത്? പ്രോഡക്റ്റ് 182. അപ്പം x into 27 - x is equal to 182. Open ചെയ്യുക ബ്രാക്കറ്റ്. 27x - x² equal to 182. -x² plus 27x minus 182 equal to 0. x² minus 27x plus 182 equal to 0. Okay. ഇവിടെ നോക്കിക്കേ, പ്രൊഡക്റ്റ് 182 വേണം, സമ്മ് -27 വേണം. അങ്ങനത്തെ ടു നമ്പേഴ്സ്. ഇവിടെ നമുക്ക് ഇതെടുക്കാം, ഫാക്ടേഴ്സ് എടുക്കാം. 1 into 182 ഉണ്ട്, അതല്ല. 2 into 91 ഉണ്ട്, അതല്ല. പിന്നെ ഏതാ? 3 4 5 6 ഒന്നും പറ്റില്ല. പിന്നെ 7 into 26 ആ വരുന്നത്, അതാണോ? അല്ല. പിന്നെ ഉള്ളത് 8 ഇല്ല, 9 ഇല്ല, 10 ഇല്ല, 11 ഇല്ല, 12 ഇല്ല. 13 into 14 ഉണ്ട്. ഓക്കെ, 13 14 ആഡ് ചെയ്യുമ്പോൾ 27 അല്ലേ കിട്ടുന്നത്. അപ്പൊ -13 -14 ആയിട്ട് എടുത്താൽ പോരെ? -13 -14 സ്പ്ലിറ്റ് ചെയ്യാം. x² -13x -14x plus 182 equal to 0. x outside എടുത്തു, x -13 എന്ന് കിട്ടി. ഇവിടുന്ന് -14 outside എടുക്കുക, അപ്പൊ ഇൻസൈഡ് x -13 എന്ന് കിട്ടും, ഈക്വൽ ടു 0. അപ്പൊ x -13 into x -14 equal to 0 എന്ന് കിട്ടി. x equal to 13 or x equal to 40. അപ്പൊ ഫസ്റ്റ് നമ്പർ 13 ആയിട്ട് എടുത്ത് നോട്ടോ. ഫസ്റ്റ് നമ്പർ ഞാൻ 13 എടുത്തു. അപ്പൊ സെക്കൻഡ് നമ്പർ എത്ര വരും? സെക്കൻഡ് നമ്പർ 27 മൈനസ് എത്രയായിരുന്നു? എക്സ് അല്ലെ? 27 - 30 എന്ന് വരും. അത് 14 തന്നെയല്ലേ? അപ്പൊ ഫസ്റ്റ് നമ്പർ ഞാൻ 14 ആയിട്ട് എടുത്തു. അപ്പൊ സെക്കൻഡ് നമ്പർ എന്നാ വരും? 27 - 14. അത് 13 കിട്ടും. ആ രണ്ട് നമ്പേഴ്സ് 13 14 ആണ്. അത്രയും എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ x equal to 13 and x equal to 14 കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ് അടുത്തത്. അത് നോക്കാം. Find two consecutive positive integers. The sum of whose squares is 365. അല്ലെ? കോൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇന്റീജേഴ്സ് വരുമ്പോൾ ഒന്ന് x ആയിട്ട് എടുക്കുക, ഒന്ന് x + 1 ആയിട്ട് എടുക്കുക. Let the integers be x, x + 1. Sum of whose squares? സ്ക്വയർ ഇപ്പൊ എക്സിന്റെ സ്ക്വയർ x², x + 1 ന്റെ സ്ക്വയർ x + 1 ന്റെ ഹോൾ സ്ക്വയർ. അതിന്റെ സമ്മ്
365. അതായത് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു 365. ഓക്കെ, ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുക. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ഈക്വൽ ടു 365. ഇപ്പൊ 2x സ്ക്വയർ വരും അല്ലെ, എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 മൈനസ് 365. അതെത്രയാ? മൈനസ് 364 എന്ന് എഴുതാം, ഈക്വൽ ടു 0. നോക്കി, ഇവിടെ എല്ലായിടത്തും ഒരു 2 കോമൺ ഇല്ലേ? ഞാൻ ഔട്ട് സൈഡ് എടുക്കുക. 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 182 ഈക്വൽ ടു 0. അപ്പോൾ ആ 2 ഓപ്പോസിറ്റ് സൈഡിൽ പോകുമ്പോൾ 0/2 ആവും. അതൊക്കെ കട്ട് ചെയ്ത് പോക്കോളൂ. അപ്പൊ നമുക്ക് കിട്ടും ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്ത് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 182 ഈക്വൽ ടു 0. അപ്പൊ ഇവിടെ പ്രോഡക്റ്റ് വേണ്ട മൈനസ് 182, ആഡ് ചെയ്യുമ്പോൾ വേണ്ടത് 1 അല്ലെ. അപ്പൊ നമ്മൾ 182യുടെ ഫാക്ടേഴ്സ് ഓൾറെഡി എഴുതിയായിരുന്നു. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവിടെ കിടപ്പുണ്ട്. ഏതൊക്കെയാ? 1 ഇൻറ്റു 182, 2 ഇൻറ്റു 91, 7 ഇൻറ്റു 26, 13 ഇൻറ്റു 14 അല്ലേ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്ക് ആഡ് ചെയ്യുമ്പോൾ 1, അപ്പൊ 13ഉം 14ഉം തന്നെ നമുക്ക് എടുക്കാം. എന്നിട്ട് മൈനസ് അല്ലേ, മൈനസ് വരുന്നില്ല 182 പ്രൊഡക്റ്റിൽ. അപ്പൊ ഒരു നമ്പർ നെഗറ്റീവ് ആണെങ്കിലല്ലേ പ്രൊഡക്റ്റിൽ മൈനസ് വരുള്ളൂ. അപ്പൊ അതിന് ഞാനിപ്പോ പ്ലസ് ചെയ്യുമ്പോൾ 1ഉം കിട്ടണം. അപ്പൊ ഞാൻ മൈനസ് 13 കൊടുത്തു. മൈനസ് 13 കൊടുക്കുമ്പോൾ മൈനസ് 13 പ്ലസ് 14 ചെയ്യുമ്പോൾ എന്ത് വരും? 1 വന്നോളും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 182 കിട്ടും. അപ്പൊ പ്ലസ് 14ഉം മൈനസ് 13ഉം കിട്ടി. അപ്പൊ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. എക്സ് സ്ക്വയർ പ്ലസ് 14x മൈനസ് 13x മൈനസ് 182 ഈക്വൽ ടു 0. എക്സ് ഔട്ട് സൈഡ് എടുത്തു. എക്സ് പ്ലസ് 14 മൈനസ് 13 ഔട്ട് സൈഡ് എടുത്തു. അപ്പൊ ഇൻസൈഡ് എക്സ് പ്ലസ് 14 വരും, ഈക്വൽ ടു 0. എക്സ് പ്ലസ് 14 into x minus 13 equal to 0. x equal to minus 14 or x equal to 13 വരും. ഓക്കെ, അപ്പൊ ഇവിടെ എക്സ് മൈനസ് 14 ആവാൻ 13 ആവും. അപ്പൊ ഒരു ഇൻറ്റീജർ, പോസിറ്റീവ് ഇൻറ്റീജർ എന്ന് ക്വസ്റ്റിനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പോസിറ്റീവ് ഇൻറ്റീജർ ഒരിക്കലും നെഗറ്റീവ് ആവത്തില്ലല്ലോ, പോസിറ്റീവ് അല്ലേ. അപ്പൊ ഇവിടെ എക്സിന്റെ വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് 13 ആണ് കേട്ടോ. അപ്പൊ ഒന്ന് 13 ആണ്, അടുത്ത നമ്പർ ഏതായിരിക്കും? 14. ഒന്ന് എക്സ് പ്ലസ് 1 ആയിട്ടല്ലേ എടുത്തത് കോൺസിക്യൂട്ടീവ് ഇൻറ്റീജേഴ്സ്. അപ്പൊ ഒന്ന് 13 ആണ്, അടുത്ത 14 ആണ്. അപ്പൊ 13 and 14 ആർ ദ റിക്വയർഡ് ഇൻറ്റീജേഴ്സ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5 ഇതാണ്. ദ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് an right triangle is 7 centimeter less than its base. If the hypotenuse is 13 centimeter, find the other two sides. റൈറ്റ് ട്രയാങ്കിൾ ആണ് പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടി നമുക്കറിയാം. പൈതഗോറസ് തിയറം നമുക്ക് അപ്ലൈ ചെയ്യാൻ അറിയാം. എന്താ പറയുന്ന പൈതഗോറസ് തിയറം? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോടെന്യൂസ് സ്ക്വയർ അല്ലേ. അപ്പൊ ഇത് ഞാൻ ഫിഗറും കൂടെ വരച്ച് കാണിച്ചു തരാം. ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് ഓർക്കുക. അപ്പൊ ഇതിന്റെ ബേസ് ഇതാണ്, ഓൾട്ടിറ്റ്യൂഡ് ഇതാണ്, ഹൈപ്പോടെന്യൂസ് ഇതാണ്. അപ്പൊ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോടെന്യൂസ് സ്ക്വയർ. നമുക്ക് ക്വസ്റ്റനിൽ എന്തൊക്കെയാ തന്നേക്കുന്നതെന്ന് നോക്കാം. ക്വസ്റ്റനെ പറഞ്ഞേക്കുന്നത് ഓൾട്ടിറ്റ്യൂഡ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 7 centimeter ലെസ് ദാൻ ഇറ്റ്സ് ബേസ്. ഓൾട്ടിറ്റ്യൂഡ് ബേസിനേക്കാളും 7 കുറവാണ്, 7 centimeter. അപ്പൊ നമുക്ക് ബേസ് എക്സ് ആയിട്ട് എടുക്കാം. ബേസ് ഈക്വൽ ടു എക്സ് സെന്റിമീറ്റർ. അപ്പൊ ഓൾട്ടിറ്റ്യൂഡ് എത്ര വരും? ഓൾട്ടിറ്റ്യൂഡ് എക്സ് മൈനസ് 7 centimeter അല്ലേ. എക്സ് മൈനസ് 7 centimeter. ഹൈപ്പോടെന്യൂസ് തന്നിട്ടുണ്ട്. ഹൈപ്പോടെന്യൂസ് തന്നേക്കുന്നത് 13. ഇനി ആ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ മാത്രം മതി. 13 centimeter. അപ്പം എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 7 the whole square equal to 13 square. ഇനി ഇക്വേഷൻ ഫോം ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക, സോൾവ് ചെയ്യുക. എക്സ് സ്ക്വയർ പ്ലസ് എ മൈനസ് ബി the whole square അപ്ലൈ ചെയ്യുക. എക്സ് സ്ക്വയർ മൈനസ് 2 into x into 7 14x പ്ലസ്
49 equal to 13 square എത്രയാ 169. x square plus x square 2x square minus 14x plus 49 minus 169 equal to 0 വരും. അപ്പോൾ 49 minus 169 എത്രയാ minus 120 അല്ലേ ഈക്വൽ ടു 0. ഇനി നോക്കിക്കേ 2 കോമൺ എടുക്കാമല്ലോ ഔട്ട് സൈഡ്. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 7x മൈനസ് 60 ഈക്വൽ ടു 0. അപ്പോൾ 2 കട്ടായി പൊക്കോളും. 0/2 എന്ന് പറഞ്ഞ് 2 പൊക്കോളും. അപ്പോൾ ഇക്വേഷൻ കിട്ടും എക്സ് സ്ക്വയർ മൈനസ് 7x മൈനസ് 60 ഈക്വൽ ടു 0. ഇനി ഫാക്ടറൈസേഷൻ വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -7ഉം ആഡ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -60യും ആഡ് ചെയ്യുമ്പോൾ -7ഉം ഉള്ള രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ 60യുടെ ഫാക്ടേഴ്സ് എടുത്ത് നോക്കിയാൽ മതി. അല്ല ഡയറക്റ്റ് കിട്ടുമെങ്കിൽ ഡയറക്റ്റ് ചെയ്യാം. ഫാക്ടേഴ്സ് എടുക്കുമ്പോൾ 1 × 60. പക്ഷെ അല്ല, ഇപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് ആണ് വരുന്നത്. അപ്പോൾ ഒരു നമ്പർ നെഗറ്റീവ് ആയിരിക്കണം അല്ലേ? ഓക്കെ, അത് ഏത് നമ്പർ ആയിരിക്കണം? ആഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആണ്. അപ്പൊ ബിഗ്ഗർ നമ്പർ ആയിരിക്കട്ടെ നെഗറ്റീവ്, എന്നാലല്ലേ ആഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് സൈൻ വരുള്ളൂ. ഓക്കെ, ഇപ്പൊ 1 × 60 ഉണ്ട്, അതല്ല. അടുത്തത് 2 and 30 നോക്കാം. 2 × 30 60 ആണല്ലോ, അതും പറ്റില്ല. 3 × 20 ഉണ്ട്, അത് പറ്റുമോ? ഇല്ല. പിന്നെ 4 × 15 നോക്കാം, അതും ഇല്ല. പിന്നെ നമുക്ക് അടുത്തുള്ള 5 × 12 അല്ലേ? 5 × 12 ഇപ്പൊ -12ഉം 5ഉം ഞാൻ കൊടുത്തു. നോക്കിക്കേ, -12 and 5 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -7 കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6. നമുക്ക് അത് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 12x പ്ലസ് 5x മൈനസ് 60 ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി കോമൺ എടുക്കുക ഔട്ട് സൈഡ്. എക്സ് ഇൻറ്റു എക്സ് മൈനസ് 12. അപ്പം ഇനിയുള്ള 5x-നും 60-നും എന്നെ എടുക്കാം, 5 എടുക്കാം. പ്ലസ് 5 ഇൻറ്റു എക്സ് മൈനസ് 12 ഈക്വൽ ടു 0. x minus 12 into x plus 5 equal to 0. x equal to 12 or x equal to -5 എന്ന് വരും അല്ലേ? നോക്കി, സൈഡ് അല്ലേ? റെക്ടാങ്കിൾ സൈഡാണ് ചോദിച്ചേക്കുന്നത്. റെക്ടാങ്കിൾ അല്ല, ട്രയാങ്കിൾ. അപ്പൊ സൈഡ് ഒരിക്കലും, എന്തിന്റെ സൈഡ് ആണെങ്കിലും ഒരിക്കലും നെഗറ്റീവ് ആവത്തില്ല. അപ്പൊ നമുക്ക് x equal to 12 എന്ന് എടുക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇപ്പൊ ബേസ് ആണ് എക്സ്, ഓൾട്ടിറ്റ്യൂഡ് x മൈനസ് 7. ഇപ്പൊ ബേസ് നമുക്ക് ഇവിടെ 12 എന്ന് കിട്ടും. ഓൾട്ടിറ്റ്യൂഡ് 12 സെന്റിമീറ്റർ, x മൈനസ് 7. 12 മൈനസ് 7, 12 മൈനസ് 5 7 ചെയ്യുമ്പോൾ 5 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇപ്പൊ ബേസും കിട്ടി, ഓൾട്ടിറ്റ്യൂഡും കിട്ടി. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. കോട്ടേജ് ഇൻഡസ്ട്രി, ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തായിരുന്നു സെക്കൻഡ് 1, ക്വസ്റ്റ്യൻ നമ്പർ 2-ൽ ഇതേപോലെ സെയിം ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എ കോട്ടേജ് ഇൻഡസ്ട്രി പ്രൊഡ്യൂസസ് എ certain number of pottery articles in a day. It was observed on a particular day that the cost of production of each article was 3 more than twice the number of articles produced on that day. If the total cost of production on that day was ₹90, find the number of articles produced at the cost of each article. നമുക്ക് number of articles produced x ആയിട്ട് എടുക്കാം. Number of article produced equal to x. ഇപ്പൊ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്താന്നാ പറഞ്ഞേക്കുന്നത്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ല, കോസ്റ്റ് ഓഫ് ഈച്ച് ആർട്ടിക്കിൾ. Cost of production of each article was 3 more than twice the number of articles produced. അല്ലേ? അപ്പൊ twice the number of articles 2x വരും. 3 more than plus 3. Okay. The total cost of production. Total cost of production ഞാൻ പറഞ്ഞായിരുന്നു ഓൾറെഡി ആ ക്വസ്റ്റ്യനിൽ. നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് പ്രൊഡ്യൂസ്ഡ് ഇൻറ്റു കോസ്റ്റ് ഓഫ് ഈച്ച് ആർട്ടിക്കിൾ ആണ് ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പൊ അത് തന്നിട്ടുണ്ട്. എത്രയാ? 90. അപ്പൊ എക്സ് ഇൻറ്റു 2x plus 3 ഈക്വൽ ടു 90. ഇനി ഇത് സോൾവ് ചെയ്യുക. 2x സ്ക്വയർ പ്ലസ് 3x ഈക്വൽ ടു 90. 2x സ്ക്വയർ പ്ലസ് 3x മൈനസ് 90 ഈക്വൽ ടു 0. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഏത് വേണം? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -180 വേണം.
ആഡ് ചെയ്യുമ്പോൾ 3 വേണം. നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. 1 into 180 ഉണ്ട്, അതല്ല. 2 into 90 ഉണ്ട്, അതാണോ? അല്ല. 3 into ഏതാ വരുന്നത്? 3 into 60 അല്ല. 4 into 45 ഉണ്ട്. 3 into 4 കഴിഞ്ഞിട്ട് 5 ആണ്, സോറി. 3 into നമ്മൾ ഓൾറെഡി എഴുതി. 5 into ഏത് വരും? 5 into 36 ആണ്. 6 into 30 ഉണ്ട്, അതും പറ്റത്തില്ല. പിന്നെ 7 ഇല്ല, 8 ഇല്ല, 9 ഉണ്ട് അല്ലെ. 9 into 20 അതുമല്ല. 10 into 18 അതാണോ? അതല്ല. പിന്നെ 11 ഇല്ല. 12 into 15. 12 15 നോക്കിയ ഡിഫറൻസ് 3 അല്ലേ. അപ്പം നെഗറ്റീവ് ഇൻറ്റു -180 ആണ് കിട്ടണ്ടേ. അപ്പൊ എന്താ? ഒരു നമ്പർ നെഗറ്റീവ് ആയിരിക്കണം, പക്ഷെ ആഡ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആണ് കിട്ടണ്ടേ അല്ലെ. അപ്പൊ സ്മോളർ നമ്പർ ആയിരിക്കണം നെഗറ്റീവ് വരുന്നത്. അപ്പൊ 15ഉം -12 എടുക്കാം. നോക്കിക്കേ, അത് ആഡ് ചെയ്യുമ്പോൾ 3 കിട്ടും, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -180 കിട്ടും. ഓക്കെ, ഇനി സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് 2x square plus 15x minus 12x minus 90 equal to 0. 2 ഇല്ല, x പുറത്തെടുക്കാം. 2x plus 15 കിട്ടും. ഇവിടെ എന്തെടുക്കാം? -6 ഔട്ട്സൈഡ് എടുക്കാം. അപ്പോഴും 2x plus 15 കിട്ടും ഈക്വൽ ടു 0. അപ്പോൾ 2x plus 15 into x minus 6 equal to 0 എന്ന് കിട്ടും. അപ്പം 2x plus 15 equal to 0 ചെയ്യുമ്പോൾ x equal to 2x equal to -15, x equal to -15 by 2. x minus 6 equal to 0 ചെയ്യുമ്പോൾ x equal to 6 എന്ന് കിട്ടും അല്ലേ. അപ്പൊ നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് ആണ് കണ്ടുപിടിക്കുന്നത്. നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് ഒരിക്കലും ഫ്രാക്ഷൻ ആയിട്ട് വരത്തില്ലല്ലോ, ഒരു ഓൾ നമ്പർ ആയിരിക്കും അല്ലേ. അതുകൊണ്ട് x equal to 6 ആണ് നമുക്ക് വേണ്ട ആൻസർ. ഓക്കെ, പിന്നെ അതുമല്ലെങ്കിൽ തന്നെ -15 നെഗറ്റീവ് വരുന്നുണ്ട്. നെഗറ്റീവ് ഒരിക്കലും ആവത്തില്ലല്ലോ, പോസിറ്റീവ് അല്ല ആവുള്ളൂ. ഒരു നമ്പർ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ആർട്ടിക്കിൾസ്, ഒരു സാധനത്തിന്റെ നമ്പർ എന്ന് പറയുമ്പോൾ അത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് പ്രൊഡ്യൂസ്ഡ് x ആണ്, അത് 6 എന്ന് കിട്ടി. നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് പ്രൊഡ്യൂസ്ഡ് ഈക്വൽ ടു 6. കോസ്റ്റ് ഓഫ് ഈച്ച് ആർട്ടിക്കിൾ എന്തായിരുന്നു? കോസ്റ്റ് ഓഫ് ഈച്ച് ആർട്ടിക്കിൾ 2x plus 3 അല്ലേ. അപ്പൊ 6 കൊടുക്കുക. 2 into 6 plus 3. 2 into 6 12, 12 plus 3 15. അപ്പൊ ₹15 കിട്ടും കോസ്റ്റ് ഓഫ് ഈച്ച് ആർട്ടിക്കിൾ. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഏതെങ്കിലും വേറെ എക്സ്ട്രാ ടോപ്പിക് എടുക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത ടോപ്പിക്ക്, അടുത്ത പോർഷൻ, ഈ ചാപ്റ്ററിന്റെ അടുത്ത പോർഷൻ എക്സസൈസ് എല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.